ഇന്ന് ദുഃഖവെള്ളി. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 34 വാക്യം. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് ഈശോയുടെ പാർശ്വത്തിൽ കുത്തുകയാണ്. അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകി ഇറങ്ങുന്നു. സ്നേഹമുള്ളവരെ, അപ്പോഴും മരണത്തിൻ്റെ മുഹൂർത്തത്തിലും നൽകുകയാണ് അവൻ. അവന് നൽകാൻ മാത്രമേ അവൻ അറിയുകയുള്ളൂ. ഈ പരിശുദ്ധമായ മരണത്തിൻ്റെ മാറ്റൊലി മുഴങ്ങുന്ന ഈ മുഹൂർത്തത്തിലും ഈശോ മരണത്തിൻ്റെ പിടഞ്ഞ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും അവൻ്റെ ജീവിതം നൽകലിൻ്റേതായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന മുഹൂർത്തമാണ്. അടിവരയിടുക. അവൻ രക്തവും വെള്ളവും ഒഴുക്കി. സ്നേഹമുള്ളവരെ, നീ സൗഖ്യപ്പെടാൻ, നീ അനുഗ്രഹപ്പെടാൻ, നീ ശുദ്ധീകരിക്കപ്പെടാൻ ഈ രക്തവും വെള്ളവും ഉപകരിക്കുമാർ അവനിൽ നിന്നും ഇത് പുറപ്പെട്ടു. നീ സൗഖ്യപ്പെടണം, നീ സന്തോഷവാനായിരിക്കണം എന്നതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം. കുരിശിന് പറയാനുള്ളത് ഈ കഥയാണ്. നീ സുഖമായിട്ടിരിക്കണം, നീ ഹാപ്പി ആയിട്ടിരിക്കണം എന്നത്. ഞാൻ നോവെടുക്കുന്നത് ലോകം സുന്ദരമായും സന്തോഷമായും ഇരിക്കാനാണ്. കുരിശിൻ്റെ കഥയുടെ പിന്നിൽ ഈ ഒരു വലിയ ഓർമ്മപ്പെടുത്തലുണ്ട് എന്ന് മറക്കാതെ കുരിശിനെ ചേർത്ത് പിടിക്കാം. ഒരുപാട് നിന്നെ സ്നേഹിച്ചതിൻ്റെ കഥ ഈ കുരിശിന് പറയാനുണ്ട്. ആമേൻ.